പറ്റും, ഒരു റിസ്ക്കും ഇല്ലാത്ത കാര്യമാണ്. സങ്കടപ്പെടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ് ധീരത. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകളും എന്താ പറയുക, ചെറിയ ചെറിയ സങ്കടങ്ങളിൽ നിന്നൊക്കെ പുറത്ത് ചാടിയിട്ട് നമ്മുടെ എന്താ പറയുക ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന ധീരന്മാരായിട്ട് മാറട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പറയാണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു നടത്താം. നമ്മുടെ നാട്ടില് എൻ്റെ മുന്നിലിരിക്കുന്നത് ഭൂരിഭാഗം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ആയതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് ഫിഫ വേൾഡ് കപ്പ് നടന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ നടന്ന ചർച്ച ഏഷ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഫുട്ബോളിൽ ഇത്രയും വലിയ ഉയരങ്ങളിൽ എത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാത്തത്, ഇത്രയും കോടി ജനങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് ഇന്ത്യക്കാർക്ക് സ്റ്റാമിന ഇല്ല എന്നാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. സ്റ്റാമിനയുള്ള പല കാര്യങ്ങളിലും ഇന്ത്യക്കാർ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെങ്കിൽ നമ്മൾ ഫുട്ബോളിലും കായിക മേഖലയിലൊക്കെ എവിടെ എത്താണ്ടായി പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ഏറ്റവും നല്ല ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ ഫുട്ബോൾ മേഖലയും കായിക മേഖലയും ഒക്കെ എവിടെ എത്താണ്ടായി പോകുന്നത്. ഇപ്പോഴും നമ്മുടെ നാട്ടില് സ്പോർട്സ് ഡേ നടക്കുന്ന സമയത്ത് പല സ്കൂളുകളിലും ട്രാക്ക് വരയ്ക്കുന്നത് റോഡിലാണ്. 100 മീറ്റർ ഓടാനുള്ള ഗ്രൗണ്ട് പോലും ഇല്ലാത്ത വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ സ്പോർട്സ് വളരാതിരിക്കാനുള്ള കാരണം. ഇപ്പോഴും PT പീരീഡ് കണക്കിന്റെ മാഷ് കയറി വരുന്ന സമ്പ്രദായമാണ് പല വിദ്യാലയങ്ങളിലും കാണുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും അധ്യാപകരും. PT പീരീഡ് കണക്കിന്റെ മാഷ് വന്നാൽ അത് അത്രയും നല്ല കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഉള്ള സ്ഥലത്താണ് ഇത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സ്പോർട്സ് വളരാണ്ടായി പോകുന്നത്. ഞാൻ പറയുന്നത്, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പുസ്തകം നിഷേധിക്കുന്നത് എത്രത്തോളം വലിയ തെറ്റാണോ അത്രത്തോളം വലിയ തെറ്റാണ് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പന്തും മൈതാനമൊക്കെ നിഷേധിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക. കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ കളിക്കാനും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ പഠിക്കാനും അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവരെ ആ മേഖലയിൽ വിടാനുള്ള ഒരു ധീരത എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെങ്കിലും നേടിയെടുക്കുക. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഈ ടൂർണമെന്റിലെ സമയം അത്രയും പ്രധാനമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.